بسم الله الرحمن الرحيم صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1568 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38 അധ്യായമായ സൂറത്ത് സ്വാദിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവും അതിൻ്റെ ഉള്ളടക്കവും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി. സൂറത്തിന്റെ പേര് സൂറത്ത് സ്വാദ് എന്നാണ്. ദീർഘിപ്പിച്ച് പാരായണം ചെയ്യേണ്ട ഒരു മുഖത്താഴത്തായിട്ടാണ് ഈ സൂറത്തിന്റെ പേര്. ഈ സ്വാദ് എന്ന അക്ഷരം 1-ാമത്തെ ആയത്തിന്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം എന്നത് ഈ മുഖത്താഴത്തുകൾ ഒരു ആയത്ത് തന്നെ ആയി പരിഗണിക്കപ്പെടുമ്പോൾ ഇവിടെ മുഖത്താഴത്തായ ഈ അക്ഷരം സ്വാദ് എന്നത് ആദ്യത്തെ ആയത്തിന്റെ ഭാഗമായിട്ടാണുള്ളത്. സ്വാദ് വൽ ഖുർആനി ദി ദിക്ർ, ഈ ഭാഗം ഒരുമിച്ചാണ് ഒരായത്തായിട്ട് പരിഗണിക്കപ്പെടുന്നത്. സ്വാദ് എന്നത് അറബി ഭാഷയിലെ ഒരു അക്ഷരാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതും സീനും തമ്മിൽ ഉച്ചാരണത്തില് ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട്. ഈ സ്വാദ് എന്ന പദം, ഈ സ്വാദ് എന്ന അക്ഷരം ഈ മുഖത്താഴത്ത് എന്ത് സൂചിപ്പിക്കുന്നു എന്ന കാര്യത്തില് ഒരു അവസാന വാക്ക് എന്ന നിലക്ക് ആർക്കൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ചില വ്യാഖ്യാന ശ്രമങ്ങളൊക്കെ ചിലര് നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന കാര്യം, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സത്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തില് സദഖ മുഹമ്മദ് ഖൗലിഹി എന്നൊക്കെ ഉള്ളതിന്റെ ചുരുക്കമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു അക്ഷരമാണ് സ്വാദ് എന്ന് പ്രമുഖരായ ചിലരൊക്കെ വിശദീകരണം നൽകുന്നത് കാണാം. പഴയ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടുടനെയുള്ള തലമുറയിൽ തന്നെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ മുഖത്താഴത്തുകളെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് അതിന്റെ ആശയ സൂചന അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ചില അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അധ്യായങ്ങളുടെ തുടക്കത്തില് ഒരു ഖസം ചെയ്യുന്ന ഒരു രീതിയാണ്. യാസീൻ ആണെങ്കിലും തോഹ ആണെങ്കിലും അലിഫ് ലാം മീം ആണെങ്കിലും കാഫ് ഹാ യാ ഐൻ സ്വാദ്
ഇങ്ങനെയുള്ള മുഖത്താഴത്തുകളാണെങ്കിലും അതിനൊക്കെ തന്നെയും വിശുദ്ധ ഖുർആന്റെ മഹത്വവും പവിത്രതയും അതിന്റെ അർത്ഥഗാംഭീര്യവും അതിലടങ്ങിയിരിക്കുന്ന അത്ഭുത വൈശിഷ്ട്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് ഖുർആൻ എന്നൊരു പൊതുവായ അർത്ഥം സൂചിപ്പിക്കപ്പെടുന്നത് പോലെ നമുക്ക് മനസ്സിലായെന്ന് വരും. പക്ഷെ കൃത്യമായിട്ട് ഈ അക്ഷരത്തിന്റെ സൂചന എന്താണ് എന്നത് ആർക്കും അങ്ങനെ തീരുമാനിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അത് വിശുദ്ധ ഖുർആന്റെ ഓരോ സൂറത്തിന്റെയും ശൈലി നിർണയിക്കുക കൂടി ചെയ്യുന്ന ഒരു അക്ഷരമായിട്ട്, ഒരു ശബ്ദമായിട്ട് അതിനെ പരിഗണിക്കാനും സാധിക്കും. ഇനിയും ഇത്തരം മുഖത്താഴത്തുകൾക്ക് അർത്ഥകൽപ്പന നൽകപ്പെടാനുള്ള സാധ്യത അവശേഷിക്കുന്നുമുണ്ട്. അപ്പോ ഈ അക്ഷരത്തെ മുൻനിർത്തിക്കൊണ്ട്, സ്വാദ് എന്ന അക്ഷരത്തെ അല്ലെങ്കിൽ ശബ്ദത്തെ മുൻനിർത്തിക്കൊണ്ട് വസം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വൽ ഖുർആൻ ദിക്ർ, ഉത്ബോധന പ്രധാനമായ ഖുർആനാണ്, അതിമഹത്തരമായ ഗാംഭീര്യമുള്ള ആശയം കൊണ്ട് സമ്പന്നമായ ഖുർആനാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ ഉള്ളടക്കം മുഖ്യമായിട്ട് ദിക്റാണ്, ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്, സാരസമ്പുഷ്ടമായ ആശയം പകർന്നു നൽകലാണ്. ഇതൊക്കെയാണ് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിർവഹിക്കുന്ന കാര്യം. ഖുർആൻ ഒരു ഉണർത്തലാണ്, ഓർമ്മപ്പെടുത്തലാണ്. അതില് ഗാംഭീര്യമുള്ള, സ്മരിക്കപ്പെടേണ്ട, വിസ്മരിച്ചുകൂടാത്ത ഗാംഭീര്യമുള്ള ആശയസമ്പുഷ്ടതയുള്ള കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, ദിക്ർ എന്ന വിധത്തിലുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഖസം ചെയ്യുന്നത്, സത്യം ചെയ്തു പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്ന കാര്യം, ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ്, എന്നാൽ നിഷേധികൾ അവരുടെ അഹന്തയിലും എതിർപ്പിലുമാണ്, അവരുടെ താൻപോരിമയിലും അതുപോലെ ശത്രുതയോടുകൂടിയുള്ള നിലപാടിലുമാണ് എന്നാണ് കേൾപ്പിക്കപ്പെടുന്ന ആയാത്തുകളുടെ ആശയങ്ങളിൽ എന്തെങ്കിലും അവ്യക്തത ഉള്ളത് കൊണ്ടോ അതിലടങ്ങിയിരിക്കുന്ന ആശയം സ്വീകാര്യമല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നിഷേധികൾ ഇസ്സത്തിലും ഷിഖാഖിലുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഖുർആൻ എത്ര മഹോന്നതമായ ദിക്ർ അടങ്ങിയതാണെങ്കിലും അത് അവർക്ക് പ്രയോജനകരമാവുന്നില്ല. കാരണം അവര് ഇസ്സത്തിലാണ്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ സെൽഫ് ഗ്ലോറി എന്നൊക്കെ പറയാം. ഞാൻ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നവൻ എന്ന വിധത്തിലുള്ള എന്നൊരു മനോഘടന. മനുഷ്യനെപ്പോഴും ബാഹ്യമായ വല്ലതും സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതിനു വേണ്ട മനസ്സിന്റെ ഒരു എളിമ ആവശ്യമുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ചിലതൊക്കെ സ്വീകരിക്കേണ്ട ആവശ്യം തനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിന് കാതോർക്കാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ ഒരു മാർഗദർശനം നൽകുന്ന, വെളിച്ചം നൽകുന്ന ദൈവിക വെളിപ്പാടുകൾ തനിക്ക് ആവശ്യമുണ്ട്, താൻ അതിന്റെ ആവശ്യക്കാരനാണ് എന്നൊരു തോന്നല് ഇല്ലാതെ പോകുമ്പോൾ വല്ലാത്ത ഔദ്ധത്യം മനസ്സിനെ പിടികൂടും.
ഇങ്ങനെ ഔദ്ധത്യം പിടികൂടിയ മനസ്സിന്റെ അവസ്ഥയാണ് ഈ പദം ഇസ്സത്ത് എന്ന പദം സൂചിപ്പിക്കുന്നത്. അള്ളാഹുവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുമ്പോൾ ഈ പദം വളരെ അർത്ഥവത്തായതാണ്. അള്ളാഹു ദുൽ ഇസ്സത്താണ്, അള്ളാഹു അസീസാണ്. അത് പ്രകൃതിപരമായി തന്നെ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സ്ഥാനവും പദവിയും അള്ളാഹുവിന്റെ സാധ്യതകളും ഒക്കെ വെളിപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഇസ്സത്ത് തന്നെയാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഫുഖറാ ആണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാം. മനുഷ്യര് ആവശ്യക്കാരാണ്, പോരായികകളുള്ളവരാണ്. അവർക്ക് ബാഹ്യമായ സഹായവും പിന്തുണയും പിൻബലവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോഴേ അവരുടെ ശരിയായ ഫങ്ഷനിങ് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന് ഒരാളുടെയും സഹായം ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അവൻ അത്രയും നിരാശ്രയനാണ്. എന്നാൽ ഒരു ഔദ്ധത്യം പിടികൂടിയ അല്ലെങ്കിൽ ധിക്കാരത്തിന്റെ ഒരു മനോഘടനയോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അനാഥബാലനായി വളർന്ന ഒരാള്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാര ഘടനയിലും അവരുടെ സ്ഥാനമാനങ്ങളിലും ഒക്കെ ഉപരിയായിട്ട് അവർക്ക് മീതെ ഉയർന്നു നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായി മാറുന്നു എന്നത് അവർക്കങ്ങ് സ്വീകാര്യമാവുന്നില്ല. അവര് ഇസ്സത്ത് കാണിച്ചുകൊണ്ട് ഒരുതരം തങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നൊരു പ്രകടമായ ശരീരഭാഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവര് അതിനോട് പ്രതികരിക്കുന്നത്. അങ്ങനെ ഒരു ഔദ്ധത്യം കാണിച്ചുകൊണ്ട് വല്ലതും കേൾക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം നേടാൻ സാധിക്കുകയില്ല. ബലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ്. ഷിഖാഖ് എന്ന് പറഞ്ഞാല് ഇവിടെ പക അല്ലെങ്കിൽ ശത്രുത എന്നൊക്കെയാണ്. അപ്പൊ ഇവര് ഔദ്ധത്യബോധത്തിലും ശത്രുതയിലുമാണ് നിഷേധികളുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആ ആശയം അത് എത്ര തന്നെ ഉത്ബോധന പ്രധാനമാണെങ്കിൽ പോലും, എത്ര തന്നെ ദിക്ർ അടങ്ങിയതാണെങ്കിലും അത് അവർക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. ഈ ഇസ്സത്തും ഷിഖാഖും കാണിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി അതിന്റെ പ്രയോജനം ലഭിക്കാതെ അവര് നാശമടയുന്ന ആളുകളായി മാറും എന്നതാണ്. ഇത്ര ഉന്നതമായ ആശയം അടങ്ങിയ, ഉത്ബോധനം പ്രധാനമായ കാര്യങ്ങൾ അടങ്ങിയ സംഗതിയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നതെങ്കിലും ഈ കുഫാറുകൾ അവരുടെ ഇസ്സത്തിലും ഷിഖാഖിലും അവരുടെ ഔദ്ധത്യബോധത്തിലും അതുപോലെ ശത്രുതാ മനസ്ഥിതിയിലും കഴിയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. സ്വാഭാവികമായി വന്നു ചേരേണ്ട വിനാശം അല്ലെങ്കിൽ ദുരന്തം അവര് ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ചെയ്യുക. കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് മിൻ ഖർനിൻ, എത്രയെത്ര തലമുറകളെ നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ, എത്ര തലമുറകളെയാണ് ഇവർക്ക്. ഇതേ കാരണത്താലാണ് പ്രവാചകന്മാര് പിന്നിട്ട കാലങ്ങളിൽ സമൂഹങ്ങളിലേക്ക് വന്ന ഘട്ടങ്ങളിൽ ഇസ്സത്തും ഷിഖാഖും കാണിച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു നിലപാട് സ്വീകരിച്ച ആളുകൾ അവസാനം ദൈവിക നടപടി, ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫനാദവ്, അങ്ങനെ ദൈവിക ശിക്ഷ വന്നു ചേർന്നപ്പോ
അള്ളാഹു സമൂഹങ്ങളെ നശിപ്പിക്കുക എന്ന നടപടിയിലേക്ക് നീങ്ങിയപ്പോ അവർ ആർത്തു വിളിച്ച് കരയും. ഫനാദവും, അവര് വിളിച്ചു കരയും. വിളിച്ചു കരയുന്നത് സഹായം ലഭിക്കാൻ വേണ്ടിയാണ്, രക്ഷപ്പെടുത്തണേ എന്നുള്ള നിലക്കാണ് അവര് വിളിച്ചു കരയുന്നത്. പക്ഷെ അതൊരുപാട് വൈകിപ്പോയ ഘട്ടത്തിലാണ്. ആ വിളിച്ചു കരയല് അവര് സമയത്തിന് ചെയ്തിരുന്നെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ അള്ളാഹു തന്നെ അവസരം നൽകുമായിരുന്നു. അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം അള്ളാഹു നൽകുമായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരും അവർക്ക് രക്ഷയുടെ മാർഗം ഒരുക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച ഒരു അജലുണ്ട് ഏതൊരു സമൂഹത്തിന്റെ കാര്യത്തിലും. ആ അജല് കഴിയുന്നതിന്റെ മുമ്പാണ് അവര് സഹായത്തിനും രക്ഷയ്ക്കും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ കേഴുകയോ തേടുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിക്കും. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച അജല് പിന്നിടുന്നതോടെയാണ് ശിക്ഷ വന്നു ചേർന്ന ആ ഘട്ടത്തിലാണ് അവർ ആർത്തു വിളിക്കുന്നതെങ്കിൽ അതൊരു നിലക്കും പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. ഫനാദവും വലാത്ത ഹീന മനാസ്, വലാത്ത ഹീന മനാസ്, അത് ഹീനു മനാസ് അല്ല എന്നാണ് പറയുന്നത്. രക്ഷ ലഭിക്കുന്ന ഒരു സമയമല്ല അത് എന്ന്. ലാത്ത എന്നത് അറബി ഭാഷയിൽ ലൈസൊക്കെ പോലെയുള്ള അർത്ഥസൂചന നൽകുന്ന ഒരു പദമാണ്. വിരളമായിട്ട് ഖുർആനിൽ ഈ പദം ഉപയോഗപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു സൂറത്തില്, ഈ ഒരു ആയത്തിൽ മാത്രമാണ് ഈ ലാത്ത എന്ന പദം ഈ ഒരു ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ചിലയിടങ്ങളില് ജാഹിലിയ അറബികളുടെ ആരാധനാമൂർത്തികളിൽപ്പെട്ട ഒരാള് എന്ന നിലക്ക് ലാത്ത എന്ന പദം അതിനെ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ലാത്തയും മനാത്തയും ഒക്കെ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ പദം ലൈസ അങ്ങനെയല്ല, അങ്ങനെ ആയിട്ടില്ല, അങ്ങനെ ആവുന്നില്ല എന്നൊക്കെയുള്ള അർത്ഥത്തില് ഒരു അർത്ഥസൂചന ആ വിധത്തില് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ നൽകുന്ന വിധത്തിലുള്ള ഒരു പ്രയോഗം എന്ന നിലക്കാണ് ഇതിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വലാത്ത ഹീന മനാസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഹീനു മനാസ് അല്ല എന്ന്. ഹീൻ എന്ന് പറഞ്ഞ സമയമാണ്. അത് നൗണായിട്ടും അതുപോലെ ഒരു ഹെർഫായിട്ട്, ഇസ്മായിട്ടും ഹെർഫായിട്ടും ഒക്കെ അറബിയിൽ ഖുർആനിൽ വിശേഷിച്ച് ഉപയോഗിക്കുന്ന കാണാം. വലാത്ത ഹീന മനാസ്, മനാസ് എന്ന് പറഞ്ഞാൽ രക്ഷാമാർഗം, രക്ഷയുടെ വഴി. അത് രക്ഷാമാർഗം ലഭിക്കുന്ന, രക്ഷപ്പെടാനുള്ള വഴി തുറന്നു കിട്ടുന്ന ഒരു സമയമല്ല അത്. അതിനുള്ള അവസരം കഴിഞ്ഞു. ഇതാണ് അള്ളാഹു നൽകുന്ന സൂചന. 3 ആയത്തുകളാണ്. ഞാൻ 4 ആയത്തുകൾ തുടക്കത്തിൽ പാരായണം ചെയ്തിരുന്നു. പക്ഷെ 3 ആയത്തുകൾ ഇന്ന് ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. ഈ 3 ആയത്തുകൾ ഈ സൂറത്തിന്റെ തുടക്കം, അതിന്റെ ആശയം, അതിന്റെ സ്വരം, അതിന്റെ പശ്ചാത്തലം ഒക്കെ നിർണയിക്കുന്ന വിധത്തിലുള്ളതാണ്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായ പരിചയം എന്ന നിലക്ക് ഇന്നലെ സംസാരിച്ചപ്പോ ഈ സൂറത്ത് അവതരിക്കപ്പെടുന്നതിനുള്ള ഒരു പശ്ചാത്തലം ഞാൻ വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായ പ്രബോധനം, ദൈവിക മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കൽ നിർവഹിച്ചു തുടങ്ങിയപ്പോൾ മക്കയിലുണ്ടായ ഒരു സംഘർഷ സാഹചര്യം. ആ സന്ദർഭത്തില് മക്കയിലെ പ്രമുഖരായ പ്രമാണിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലും പാട്രണേജിലും ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ അബൂ ത്വാലിബിന്റെ അടുക്കൽ അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാതി പറയുകയും
അവര് ഒരു ഒത്തുതീർപ്പിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുന്നുണ്ട്. അദ്ദേഹം അവയെ തള്ളിപ്പറയുന്നു, അതിനെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഈ അവസ്ഥയിൽ ആയാൽ ആളുകൾ മുഹമ്മദിന്റെ മേൽ കൈവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് തങ്ങളുടെ കാലം പിന്നിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. അത് വലിയ സംഘർഷം ഉണ്ടാക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കണം. മുഹമ്മദ് ഞങ്ങളുടെ ദൈവങ്ങളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ദൈവത്തെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും വരുന്നില്ല എന്ന നിലക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ വേദികളിലൊക്കെ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ഒരു തരം മതേതരത്വമാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ എല്ലാ മതങ്ങളെയും സത്യമാണ്, എല്ലാവർക്കും കഴിഞ്ഞ് സർവൈവ് ചെയ്യാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ട് എന്ന ഒരാശയം മുന്നോട്ട് വെക്കാനല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അധിക മാർഗദർശനവും സത്യമതവുമായി അദ്ദേഹം വന്നിട്ടുള്ളത് എന്തിനാണ്? അവനെ അയച്ചിട്ടുള്ളത് ലി യുദ്ഹിറഹു, അദ്ദേഹത്തെ അയച്ചിട്ടുള്ളത് അള്ളാഹു ലി യുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ മതദർശനങ്ങളെയും ജീവിത ദർശനങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. അതിനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ട് അവയൊക്കെയും അബദ്ധ ജീവിത ദർശനങ്ങളാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുക എന്ന ജീവിത ദർശനം മാത്രമാണ് സത്യം എന്നത് ബോധ്യപ്പെടുത്തുന്നതിനും അത് സ്ഥാപിതമാക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഒരിടത്ത് കാണാൻ കഴിയും, പറയുക സത്യം സമാഗതമായിരിക്കുന്നു, അസത്യം അല്ലെങ്കിൽ മിത്ത് തകർന്നിരിക്കുന്നു. വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ, നിശ്ചയമായിട്ടും ബാത്തില് മിഥ്യ തകരാനുള്ളതാണ്, പരാജയപ്പെടാനുള്ളതാണ്. ഇത് ഖുർആന്റെ പ്രസ്താവനയാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ വേദികളിലൊക്കെ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ഒരു ആശയമുണ്ടല്ലോ, എല്ലാവർക്കും പ്രവർത്തിക്കാനും അവര് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലക്കൊള്ളാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം പടച്ചതമ്പുരാൻ തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഭരണഘടന കൊണ്ടുള്ളതൊന്നുമല്ല. അത് സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യനെ അള്ളാഹു ആ നിലക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ നിലപാട് തിരഞ്ഞെടുക്കാനും അവരുടെ വഴികൾ പിന്തുടരാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. തെറ്റായ വഴി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതിന്റെ അർത്ഥം തിരഞ്ഞെടുക്കുന്ന തെറ്റായ വഴി ശരിയാണ് എന്നല്ല. അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. തെറ്റ് പിന്തുടരാൻ, മിഥ്യ പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതിന്റെ അർത്ഥം ആ പിന്തുടരപ്പെടുന്ന മിഥ്യ സത്യമായിട്ട് അംഗീകരിക്കപ്പെടുന്നു എന്നല്ല. സത്യം മാത്രമാണ് സത്യം, മിഥ്യ മിഥ്യ തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കാനും സത്യം സ്ഥാപിക്കാനുമാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് വസ്തുത. പലപ്പോഴും ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കുകയാണ്. മിഥ്യ പിന്തുടരാൻ മനുഷ്യന് സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിരിക്കുന്നു എന്നതിന് മിഥ്യയും സത്യമാണ് എന്ന് പരിഗണിക്കപ്പെടണം, അല്ലെങ്കിൽ ആ വിധത്തിൽ അംഗീകരിക്കപ്പെടണം എന്ന നിലക്ക് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പക്ഷേ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. സത്യം മാത്രമാണ് സത്യം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആദ്യ വാചകം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാവുന്നത്. ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനുമില്ല. വേറെ ആരെങ്കിലും ആരാധിക്കപ്പെടുന്നുവെങ്കിൽ, വേറെ ആരെയെങ്കിലും ഇലാഹായിട്ട് പരിഗണിക്കപ്പെടുന്നുവെങ്കിൽ അതൊക്കെ തെറ്റായ ഒരു കാര്യമാണ്.
അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്നത് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. അല്ലാഹു അല്ലാത്ത, പ്രപഞ്ച സൃഷ്ടാവല്ലാത്ത വേറെ ഒരു ദൈവവും ഇല്ല എന്ന് തന്നെയാണ് ഖുർആൻ ഉറക്കെ പറയുന്ന സംഗതി. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് മക്കയിലെ മുശ്രിക്കുകളെയും കുഫാറുകളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് അതിന് സാക്ഷ്യമായിട്ട് ഉയർത്തി കാണിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സത്യസന്ധമായി അവരെ കേൾപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളെയാണ്. സ്വാദ് വൽ ഖുർആനി ദിക്ർ, വളരെ സാരസമ്പുഷ്ടമായ ഉത്ബോധനം അടങ്ങിയിരിക്കുന്ന ഈ ഖുർആൻ ആണേ സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് അള്ളാഹു വരുന്നത്. അതുകൊണ്ട് ഇപ്പോ അബൂ താലിബിന്റെ സാന്നിധ്യത്തില് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി വന്നിരിക്കുന്ന മക്കയിലെ പ്രമാണിമാര് അവര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിക്ക് യാതൊരു സ്വീകാര്യതയും ഇല്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇവര് എന്തുകൊണ്ട് ഈ എതിർപ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളോട് കാണിക്കുന്നു എന്നതാണ് തുടർന്ന് പരിശോധിക്കപ്പെടുന്ന കാര്യം. ഇവരെ എതിർക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനല്ലാത്തത് കൊണ്ടോ, അദ്ദേഹം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി 100% സത്യമായി അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. അത് സത്യമാണ്, അദ്ദേഹം സത്യമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള അവസ്ഥ നിലനിൽക്കെ തന്നെ ഇവർക്കത് പ്രയോജനപ്പെടാതെ പോകുന്നത്, ഇവരതിന് വേണ്ട വിധത്തില് ചെവിക്കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം ബലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ്, ഈ നിഷേധികൾ ഔദ്ധത്യം കാണിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി എതിർപ്പ് കാണിക്കുന്നത് കാരണമായിട്ടാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവര് കരുതുന്നത് അവർക്ക് ഇങ്ങനെ സമാവിയായിട്ട് വെളിപ്പാട് ലഭിക്കുന്ന ഒരു പ്രവാചകൻ പറഞ്ഞു തരുന്ന കാര്യമൊന്നും ആവശ്യമില്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾ തന്നെയാണ് ഇസ്സത്തുള്ളവര്, ഞങ്ങൾ പണ്ടേ ഇസ്സത്തുള്ളവരായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള വിധത്തിലുള്ള ഒരു ഇസ്സത്തിന്റെ, ഒരു അഹന്തയുടെ, ഔദ്ധത്യത്തിന്റെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. കൂടാതെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ട സത്യസന്ധത ഇല്ലാതാക്കുന്ന തരം ഒരു അന്ധതയും അവരെ പിടികൂടുകയാണ്. ആ അന്ധത ശത്രുതയും പകയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ശത്രുതയും പകയും ഉണ്ടായി വന്നാൽ പിന്നെ സത്യം കാണാൻ കഴിയില്ലല്ലോ. ഈ കാരണത്താലാണ് മക്കയിലെ കുഫാറുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപ്പാടുകള് സത്യമായിട്ട് ബോധ്യപ്പെടാതിരിക്കുന്നത്, അത് അവർ അംഗീകരിക്കാതിരിക്കുന്നത്. ഇനി അവരെ കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യം, അവർക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ദൈവിക നടപടി, ശിക്ഷാ നടപടി മാത്രമാണ്. അത് അവർക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അവര് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കട്ടെ. കം അഹ്ലക്കിന മിൻ ഖബ്ലിഹിം മിൻ ഖർനി, ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്, അവര് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് മനസ്സിലാക്കട്ടെ. ഫനാദൗ, അപ്പൊ അവരാരും മസിൽ പിടിച്ച് നിൽക്കുകയല്ല ചെയ്തത്. അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി വന്നപ്പോ അവരാരും തന്നെ, പിന്നിട്ട തലമുറകളിലെ ഒരാളും തന്നെ മസിൽ പിടിച്ച് നിൽക്കുകയല്ല ചെയ്തത്, അവര് ആർത്ത് വിളിച്ച് കരയുകയാണ് ചെയ്തത്, സഹായം തേടിക്കൊണ്ട്. ഫനാദൗ, അള്ളാന്റെ ശിക്ഷ വന്നപ്പോ അവര് വിളിച്ചു കരഞ്ഞു, കേണ് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വല്ല പ്രയോജനമുണ്ടോ? വലാത്ത് ഹീന മനാസ്, വലാത്ത ഹീന മനാസ്, അത് പക്ഷേ സഹായം ലഭിക്കാനുള്ള സമയമല്ലല്ലോ എന്നാണ് അള്ളാഹു പറയുന്നത്. വലാത്ത ഹീന മനാസ്, വ്യക്തികളുടെ കാര്യത്തിലും സമൂഹങ്ങളുടെ കാര്യത്തിലും ഇതുപോലെയുള്ള ദൈവിക നടപടികൾ വരും. വ്യക്തികൾക്കായാൽ ഒരുപക്ഷെ ജീവിതാന്ത്യമായിരിക്കും അയാളുടെ കാര്യം നിർണയിക്കുന്ന സംഗതി. ആ മരണവെപ്രാളത്തിൽ കഴിയുന്ന സമയത്ത് ആർത്ത് വിളിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. ഒരു സഹായവും ഒരു രക്ഷയും നൽകപ്പെടുന്ന ഒരു സന്ദർഭമല്ല അത്. ഇതേപോലെ സമൂഹങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു അജലുണ്ട്. ആ അജലനുസരിച്ച് അള്ളാഹുവിന്റെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ
പിന്നെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ കരഞ്ഞ് കേണ് പറഞ്ഞത് കൊണ്ടോ ഒന്നും ഗുണവുമില്ല. അത് സഹായം നൽകപ്പെടുന്ന ഒരു സമയമല്ല എന്നാണ്. വലാത്ത ഹീന മനാസ്, അത് മനാസിന്റെ ഹീനല്ല, മനാസ് നൽകപ്പെടുന്ന സമയമല്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരിടത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഒരൊറ്റ സമൂഹമാണ് ശിക്ഷയുടെ മുന്നറിയിപ്പ് ലഭിക്കുകയും എന്നിട്ട് ശിക്ഷ പടിവാതിൽക്കൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ച ഒരേ ഒരു സമൂഹമേ ഉള്ളൂ എന്ന് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അത് സൂറത്ത് സ്വാഫാത്തിലെ ആ വിഷയം പ്രതിപാദിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അത് യൂനുസ് അലൈഹിസ്സലാമിന്റെ സമൂഹമാണ്. അള്ളാഹു നിശ്ചയിച്ച അത്രയും സമയം ദൗത്യം നിർവഹിക്കാതെ താക്കീത് നൽകി ശിക്ഷ ഇതാ വന്നു കഴിഞ്ഞു എന്ന കാര്യം പറഞ്ഞ് യൂനുസ് അലൈഹിസ്സലാം തീരത്ത് നിർത്തിയിട്ട പുറപ്പെടാനിരുന്ന കപ്പൽ കണ്ട് അതിൽ പാഞ്ഞു കയറി സ്ഥലം വിടുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടുകാർക്ക് അള്ളാഹു അനുവദിച്ചിരുന്ന സമയം പൂർണ്ണമായിട്ട് അവിടെ ചെലവഴിച്ചുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തലുമായി കഴിയാൻ കൂട്ടാക്കാതെ യൂനുസ് അലൈഹി ഇസ്ലാം വേഗം പൊയ്ക്കളഞ്ഞത് കൊണ്ട് പടിവാതിൽക്കലെത്തിയ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവർക്കൊരു രക്ഷ നൽകുകയുണ്ടായി. യൂനുസ് അലൈഹി ഇസ്ലാം ഏൽപ്പിച്ച പണി മുഴുവനാക്കിയിട്ടില്ല എന്നതാണ് കാരണം. അപ്പോഴാണ് ശിക്ഷയുടെ ലക്ഷണങ്ങൾ അവർ കണ്ടു തുടങ്ങിയത്. യൂനുസ് അലൈഹി ഇസ്ലാം താക്കീത് ചെയ്ത കാര്യങ്ങൾ വന്നല്ലോ, ശിക്ഷാ നടപടി ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരെല്ലാവരും തന്നെ ഒഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് വന്നുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും അവനോട് കേണ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. അള്ളാഹു അവർക്കുള്ള ശിക്ഷ വൈകിപ്പിക്കുകയാണ്. അള്ളാഹു ഉടനെ അത് നടപ്പിലാക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. യൂനുസ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തിരികെ ആ സമൂഹത്തിലേക്ക് തന്നെ എത്തിക്കുകയും അവരൊക്കെയും തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദൈവിക മാർഗം പിന്തുടരുന്ന ആളുകളായി ഒരു വലിയ സമൂഹമായി അള്ളാഹു അനുവദിച്ച കാലം അത്രയും പിന്നെ അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സമൂഹമല്ലാതെ ശിക്ഷാ നടപടികളെ കുറിച്ച് താക്കീത് നൽകപ്പെട്ടിട്ട് ശിക്ഷ കൺമുന്നിൽ എത്തുന്ന ഒരവസരം ഉണ്ടായതിനു ശേഷം ആർത്തു കരഞ്ഞത് കൊണ്ട് ഒരു സമൂഹത്തിനും പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ അള്ളാഹു പറയുന്ന ഈ കൂട്ടര് ഫനാദവും, അങ്ങനെ ശിക്ഷ വന്നു ചേരുമ്പോ വിളിച്ചു കരയും. പക്ഷെ വലാത്ത ഹീന മനാസ്, അത് സഹായം നൽകപ്പെടുന്ന രക്ഷയ്ക്ക് അവസരം ഒരുങ്ങുന്ന ഒരു സന്ദർഭമേ അല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മക്കയിലെ ആളുകൾക്കുള്ള പ്രത്യക്ഷത്തിൽ തന്നെയുള്ള ഒരു താക്കീതായിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് ഈ ആയാത്തുകളെ കാണാം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സ്വാദിലെ ആദ്യത്തെ 3 ആയത്തുകളാണ്. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.